സാധാരണ ഒരു പ്രൊമോഷൻ പരിപാടിക്ക് അല്ലെങ്കിൽ ഒരു സിനിമ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നടന്മാർ ഫാൻസിനെ കാണുന്നത് നമ്മൾ കാണാറുണ്ട്. ഫാൻസിനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കും. അതായത് നടൻ ഇങ്ങനെ തന്നെ നിൽക്കും, ഫാൻസ് ഓരോരുത്തരായിട്ട് ക്യൂ നിന്ന് പോവും, വരും. അങ്ങനെ ഒരു ഫോട്ടോ സെഷൻ കുറേ നാൾ ഫാൻസിന് വേണ്ടിയിട്ട് ഒരു നടത്താറുള്ള പല താരങ്ങളും ഇവിടെ ചെയ്യാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അല്ലു അർജുൻ നടത്തിയ ഒരു ഫാൻസ് മീറ്റാണ്. AFF, അതായത് അല്ലു അർജുൻ ഫാൻസ് അസോസിയേഷൻ നടത്തിയ ഒരു മീറ്റപ്പാണ്. അതിൽ അല്ലു അർജുൻ നിൽക്കുന്നുണ്ട്. അല്ലു അർജുൻ്റെ സിനിമയൊന്നും ഇപ്പോൾ റിലീസ് ചെയ്യാനില്ല, അല്ലു അർജുൻ്റെ പടമൊന്നും വരുന്നില്ല, അതുകൊണ്ട് തന്നെ ഫാൻസിനെ കണ്ടിട്ട് ഇത് വിജയിപ്പിക്കണമെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇറ്റ് വാസ് ജസ്റ്റ് എ മീറ്റ്, വെറുതെ ഒരു മീറ്റിംഗ്. അതിനകത്ത് എനിക്ക് വളരെ കൗതുകമുണ്ടായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ 6 മണിക്കൂർ അല്ലു അർജുൻ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണ്. 6 hours സ്പെൻഡ് ചെയ്യുന്നു. 7 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അല്ലു അർജുൻ്റെ ഫാൻസ് വരുന്നു. അതിൽ ഫിൽട്ടർ ചെയ്ത് 1000 പേരാണ് ഈ ഇവൻറ്റിന് വരുന്നത്. ഈ 1000 പേര് അല്ലു അർജുൻ്റെ ഈ ഇവൻറ്റിന് വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് മാത്രം പോവുകയല്ല ചെയ്തത്. ഞാൻ എൻ്റെ വിഷ്വൽസ് ഉൾപ്പെടെ കണ്ടതിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണ്, അല്ലു അർജുൻ കെയർഡ് അബൌട്ട് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഹു കെയിം ടു ദാറ്റ് സ്റ്റേജ്. അതായത് അവർക്കൊപ്പം നിൽക്കുക, ഫോട്ടോ എടുക്കുന്നതിനേക്കാളും ഉപരി ഞാനൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കണ്ടതെന്ന് വെച്ചാൽ അല്ലു അർജുൻ്റെ ചിത്രം ടാറ്റു ചെയ്ത് 2 സൈഡിലായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി. അപ്പം ഇയാൾ അല്ലു അർജുൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു, എന്നിട്ട് അല്ലു അർജുനോട് കാണിച്ചു കൊടുക്കുന്നു ഇങ്ങനെ ടാറ്റു ചെയ്തേക്കുന്നു. അല്ലു അർജുൻ്റെ മുഖത്ത് സന്തോഷം ഉണ്ടാകുന്നു, ഇരുവരും കെട്ടിപ്പിടിക്കുന്നു. ഇയാൾ പോവാണ്, അതായത് ഈ ടാറ്റു ചെയ്ത വ്യക്തി എക്സിറ്റ് ചെയ്ത് പോവാണ്. അല്ലു അർജുൻ ഈ പോയ വ്യക്തിയെ തിരിച്ച് വിളിച്ചിട്ട് ഒന്നുകൂടെ ഹഗ് ചെയ്തിട്ടാണ് പറഞ്ഞു വിടുന്നത്, വിച്ച് ഐ ഫൈൻഡ് ഇറ്റ് റെയർ. കാരണം ഇതെന്തോന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ പല ഫോട്ടോഷൂട്ട്സും കാണാറുണ്ട്, ഇതിൻ്റെ BTS കാണാറുണ്ട്, ഇത് എങ്ങനെയാണ് നടക്കുന്നത് കാണാറുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അത് വളരെ റെയറാണ്. കാരണം ഇത്രയും അധികം ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് പുറകിൽ, എനിക്ക് സമയമില്ല, പോകണം, എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പല താരങ്ങളും ആ രീതിയിലുള്ള ഹെഡ് വെയിറ്റുകൾ വെക്കുന്ന ഘട്ടത്തിൽ ഇവിടെ ഇതാ അല്ലു അർജുൻ തൻ്റെ ആരാധകൻ ടാറ്റു ചെയ്തിരിക്കുന്നത് കൃത്യമായി ഞാനത് റെക്കഗ്നൈസ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ അയാൾക്കൊരു വാലിഡേഷൻ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഹഗ്, അത് ഒരു ഫാൻസിന് മാത്രം മനസ്സിലാവുന്ന തരത്തിലുള്ളൊരു ഹഗ്ഗാണ്. ഞാൻ ഒരിക്കലും ഈ നടന്മാരുടെ ചിത്രം ടാറ്റു ചെയ്യുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്ന ആളൊന്നുമില്ല. എനിക്ക് അത്രയും ഭ്രാന്തമായ ആരാധകരോട് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ അത് ഓരോരുത്തരുടെ ചോയ്സ് ആണല്ലോ. വ്യക്തിപരമായി അയാളുടെ ദേഹത്ത് ടാറ്റു ചെയ്യുന്നു, എന്തോ ചെയ്യട്ടെ. പക്ഷേ ഞാൻ പറയുന്നത് അതൊരു നടൻ വാലിഡേറ്റ് ചെയ്യുമ്പോഴേക്കും ഓക്കെ, ഹി റെക്കഗ്നൈസസ് ദിസ് എന്ന് പറയുന്നത്. കാരണം എത്രയോ പേർ എത്രയോ താരങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആ താരങ്ങളൊന്നും ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ഒരു മുന്നിൽ പോയി അവരോട് പോയിട്ട് തൻ്റെ ഇഷ്ടം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെന്ന് അറിയിക്കുമ്പോഴേക്കും ആ താരത്തിൽ നിന്ന് കിട്ടുന്നൊരു വാലിഡേഷൻ ആ ഫാനിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു ഇറ്റ്സ് എ ലൈഫ് ടൈം മൊമെൻറ്റ് എന്നൊക്കെ പറയത്തില്ലേ, അയാളുടെ ജീവിതത്തിൽ അതൊരു ലൈഫ് ടൈം മൊമെൻ്റാണ്. ആ ലൈഫ് ടൈം മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത പല എക്സാമ്പിൾസും കഴിഞ്ഞ ദിവസം ഈ ഫോട്ടോഷൂട്ടിൽ ഉണ്ടായിരുന്നു എന്നത് പറയാം. ആൻഡ് ഇറ്റ് വാസ് നോട്ട് റിഗാർഡിങ് എനി ഫിലിംസ്. ഈ അല്ലു അർജുൻ്റെ ലൈനപ്പുകൾ എന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി ഷോക്കിംഗ് ആണ്. അതായത് അത്ര വലിയ ഹൈപ്പുകൾ വരാൻ പോകുന്ന സിനിമകൾ ഉൾപ്പെടെ ഉണ്ട്. ഇപ്പോൾ ലോകേഷ് കനകരാജുമായിട്ടുള്ള ചിത്രത്തിൻ്റെ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. മൈത്രി മൂവി മേക്കേഴ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലു അർജുൻ്റെ 23ാമത്തെ ചിത്രമാണ്. അല്ലു അർജുൻ ത്രിവിക്രമും കൂടി ഒരു സിനിമ ഉണ്ടാകുമെന്നാണ് ഉള്ള ലൈനപ്പിൽ നിന്നും മനസ്സിലാക്കുന്നത്. ആൻഡ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ ബേസിൽ ജോസഫ് ഇൻസ്റ്റാഗ്രാമിൽ അയക്കേണ്ട ഒരു പോസ്റ്റ്, ഒരു തൊപ്പി ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് അപ്പോഴുണ്ടാകുന്നൊരു ഹൈപ്പ് ബേസിലും അല്ലു അർജുനും കൂടി ഒരു ചിത്രം ഉണ്ടാകുമെന്നതാണ്. കാരണം അല്ലു അർജുൻ്റെ സഹോദരൻ്റെ വിവാഹത്തിൽ ഉൾപ്പെടെ ബേസിൽ പോകുമ്പോൾ പോലും ഈ ഒരു പ്രോജക്റ്റ് ഓണാണ് എന്ന് സംബന്ധിച്ചുള്ളൊരു എന്താ പറയുക ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഹിയർ വി ഹാവ് എ വാലിഡേഷൻ. ബേസിൽ പറയുകയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഈ ലൈനപ്പുകളാണ്. അല്ലു അർജുൻ ലൈനപ്പ്, അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പടത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക റാക്ക ആറ്റ്ലി പടത്തിൻ്റെ. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ലൈനപ്പുകൾ അല്ലു അർജുൻ എന്ന സ്റ്റാറിനെ കൂടുതൽ എന്താ പറയുക പ്രതീക്ഷ ഉണർത്തുന്ന പ്രോഗ്രാംസ് നടക്കുന്നതിനിടയിലാണ് ഒരു തരത്തിലുമുള്ള പ്രൊമോഷൻ ഇല്ലാത്ത സമയത്താണ് ഇവിടെ ഫാൻസുമായിട്ടൊരു മീറ്റിംഗ് നടത്തുകയും അത് വളരെ രസകരമായിട്ട് ടേൺ ഔട്ട് ചെയ്യുകയും ചെയ്തത്. സോ അല്ലു അർജുൻ്റെ ഈ ആക്ട് ഫാൻസിൻ്റെ ഇടയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും നല്ല രീതിയിൽ അത് തരംഗമായി മാറിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.